സാർ ബ്രിട്ടനിൽ ഒരു മസ്ജിദിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതിൻ്റെ ഒരു വാർത്തയുണ്ട് സാർ സൂചിപ്പിച്ചിരുന്നല്ലോ, എന്തായിരുന്നു അത്? അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥ, സംഭവം, യഥാർത്ഥ സംഭവം ഭീകരമാണ്. ചെറിയ കുഞ്ഞുങ്ങളെ 17 വയസ്സുള്ള ഒരു അക്രമി കത്തി കൊണ്ട് കൊലപ്പെടുത്തിയതാണ് സംഭവം. ഇത് നടന്നിരിക്കുന്നത് സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞ പട്ടണത്തിലാണ്. ഒരു കടലോര പട്ടണമാണ്. 94,421 പേർ പാർക്കുന്ന ഒരു ചെറിയ പട്ടണം. ജൂലൈ 29-നാണ് ഈ സംഭവം നടക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ്, 3-4 ദിവസം മുമ്പ് 3 പെൺകുട്ടികൾ, 6 വയസ്സ്, 7 വയസ്സ്, 9 വയസ്സ്, ഇവർ ഒരു സ്ഥലത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ടൈലർ സ്വിഫ്റ്റ് തീമായിട്ടുള്ള യോഗ ക്ലാസ്സുകൾ, ഡാൻസ് ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പ്, ഒരു ശില്പശാല, യോഗയുടെയും നൃത്തത്തിൻ്റെയും ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റുഡിയോയിൽ, ഡാൻസ് സ്റ്റുഡിയോ, യോഗ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അവിടെ ചെന്നിട്ടാണ് ഇയാളുടെ പേര് പുറത്തു വിട്ടിട്ടില്ല, ഈ 17 വയസ്സുള്ള അക്രമിയുടെ. ആ അക്രമി ഒരു മതത്തിൽപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ട് നൃത്തം, യോഗ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന മതമല്ല അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടാണ് ഈ 6, 7, 9 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നത്. ആ 3 പേരെ മാത്രമല്ല, വേറെ 8 പേരെ കൂടി കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓടി നടന്ന് കുത്തുക. ആ 8 പേരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഈ 6 വയസ്സുള്ള ബെബി കിങ്, 7 വയസ്സുള്ള ഇക്കി ഡോട്ട് സ്റ്റാൻകൊംബെ എന്നുള്ളവർ തിങ്കളാഴ്ച തന്നെ മരിച്ചു, ഈ കുത്തിയിട്ട്. ആലിസ് ഡെസിലോവ എന്ന് പറഞ്ഞ ആലിസ് ഡെസിലോവ ആഗുലാർ എന്ന് പറഞ്ഞ 9 വയസ്സുള്ള പെൺകുട്ടി ചൊവ്വാഴ്ച, മൂന്നും പെൺകുട്ടികളാണ്, ചൊവ്വാഴ്ചയാണ് മരിച്ചത്. ഈ പ്രതി തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന്, ബാങ്ക്സ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വീടുള്ള ആളാണ്. അവിടുന്ന് വന്നിട്ടാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും അയാൾ വെയിൽസിലെ കാർഡിഫിൽ ജനിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ താമസം അടുത്ത ഗ്രാമത്തിലാണ്, ബാങ്ക്സിൽ. അവിടെ നിന്ന് വന്നിട്ടാണ്. അപ്പോൾ ഈ 17 വയസ്സേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഈ എന്താ പറയുക, മസ്തിഷ്കം പ്രക്ഷാളനമൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായി വർഗീയമായി ആലോചിച്ച് മറ്റ് മതസ്ഥരെയൊക്കെ കൊല്ലണം, അവർ ഡാൻസ് കളിക്കുന്ന ഈ ഇങ്ങനൊരു സംസ്കാരം തന്നെ ഉണ്ടാകാൻ പാടില്ല, അത് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ഇൻജെക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? ചെറിയ പ്രായം മുതൽ രാവിലെ മുതലിങ്ങനെ അടിച്ചു കയറ്റി തലയിലേക്ക്. അങ്ങനെയാണ് പലരുടെയും ജീവിതം, വീടുകളിലൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന പോലെ മെഴുകുതിരിയൊക്കെ കൊളുത്തി ഒരു വിജിൽ അവിടെ ഉണ്ടായിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെ സ്മരണയ്ക്കൊക്കെ ആയിട്ട്. അതിന് ശേഷം ആണ് ആ സ്മരണയ്ക്ക് എല്ലാവരും മെഴുകുതിരിയൊക്കെ കൊളുത്തി പിരിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 100 കണക്കിന് നാട്ടുകാർ ഇതിൽ പ്രതിഷേധിച്ചിട്ട് അക്രമത്തിലേക്ക് ഇറങ്ങി. അതിൽ ആ മതത്തിന് തെറിവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളും ഉണ്ട്. അത് നമ്മൾ പറയുന്നില്ല. വി വാണ്ട് അവർ കൺട്രി ബാക്ക്, ഒരു ബാനറൊക്കെ എഴുതിയിരുന്നതേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണം, വേറെ ആളുകൾ ഇംഗ്ലണ്ട് ടിൽ ഐ ഡൈ എന്ന് പറഞ്ഞാൽ തിരിച്ചു വേണ്ടത് ഇംഗ്ലണ്ടിനെയാണ്, അത് മരിക്കുന്നത് വരെ അത് വേണം. സേവ് അവർ കിഡ്സ്, ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഇഷ്ടിക, ഈ വേസ്റ്റ് ബിന്നുകളിലെ ചവറ്റുകൊട്ടകൾ, പടക്കം, കോൺക്രീറ്റ് കഷ്ണങ്ങൾ, കുപ്പി, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അക്രമങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഈ തെരുവിൽ ഈ ശുഭിതരായ ജനക്കൂട്ടം കടകൾ ആക്രമിച്ചു, പൂന്തോട്ടങ്ങളുടെ മതിലുകൾ ആക്രമിച്ചു. എന്നിട്ടാണ്
അവിടുത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു മസ്ജിദ് ആക്രമിക്കുന്നത്. 3 പോലീസ് നായ്ക്കൾ ആക്രമിക്കപ്പെട്ടു. ഈ മനുഷ്യരും കടകളും മാത്രമല്ല, പോലീസ് നായ്ക്കൾ വഴിയെ കണ്ടപ്പോൾ അതിനെ ആക്രമിച്ചു. ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഫുട്ബോൾ ടീമാണ് ഈ ആക്രമണത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഫുട്ബോൾ ടീം അംഗങ്ങളാണ് ഇത് അഴിച്ചുവിട്ടത്. ബുധനാഴ്ച ലണ്ടനിൽ സർക്കാർ ജെട്ടിക്ക് അടുത്തും മറ്റേ ബിയർ കുപ്പികളും അല്ലാത്ത കുപ്പികളും ഒക്കെ ആയിട്ട് ലണ്ടനിലും ആക്രമണങ്ങൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം വിരുദ്ധത ആണിപ്പോൾ ഈ ക്ഷുഭിതരായ അക്രമികളൊക്കെ ഉയർത്തുന്നത്. എന്നിട്ട് അവർ അലി അൽ ഷക്കാത്തി എന്ന് പറഞ്ഞൊരാളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. പക്ഷേ അതൊരു വ്യാജ പേരായിരുന്നു, ഒരു മുസ്ലിം പേര് വ്യാജ പേരായിരുന്നു. അപ്പോഴേക്കും ആ പേര് വന്നപ്പോഴേക്കും അത് പടർന്നു, അങ്ങനെ ഒരു മതത്തിൽപ്പെട്ട ആളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്രമം കുറച്ചും കൂടി ആക്കം കൂടി അക്രമങ്ങളുടെ. ടോമി റോബിൻസൺ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമല്ല, മനോരോഗമാണ് എന്ന് പോസ്റ്റ് ഇട്ടു, ഒരു കുറിപ്പിട്ടു. അതും ആളിക്കത്തിച്ചു. 2010 ഇതുപോലെ ഒക്ടോബർ 7 മുതൽ 17 വരെ, ഫെബ്രുവരി 17 വരെ ഈ അക്രമ പരമ്പരകൾ നടന്നിരുന്നു. 2022 ഇതുപോലത്തെ അക്രമങ്ങൾ നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് മതി, അത് പിന്നീട് ഇങ്ങനെ പടർന്ന് കയറുകയാണ്. അപ്പോൾ ഉടനെ ഇതിനകത്ത് എണ്ണ പകരാനെന്ന നിലയിൽ ആരെങ്കിലും ഒരു എതിർ പോസ്റ്റ് ഇടുകയും ചെയ്യും, അല്ലേ? അതെ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതല്ലേ അവർ ഇത്? പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഈ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും വെസ്റ്റിൽ പല മീഡിയയിലും ഒക്കെ കാണാമെങ്കിലും ഈ ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞല്ലോ, അടുത്ത അണുബോംബുണ്ടാവുന്ന മുസ്ലിം രാജ്യം ബ്രിട്ടൻ ആയിരിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞില്ലേ. അതുപോലെ ബ്രിട്ടനിൽ ഇവരുടെ അക്രമങ്ങൾ കൂടി വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ലെസസ്റ്ററിൽ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ ആക്രമിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഇപ്പോൾ കഴിഞ്ഞ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ വർഗീയ ധ്രുവീകരണം അത് രൂക്ഷമായി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പല സ്ഥലത്തും ഈ കുടിയേറ്റക്കാർ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നും ഒരു ഇടത്താവളം കണ്ടെത്തും. ഇറാനോ ഇറാഖോ പോലെ. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയ ശേഷം പിന്നെ യൂറോപ്പിലേക്ക് കുടിയേറാനാണ് നോക്കുന്നത്. അപ്പോൾ യൂറോപ്പിലെ ജനസംഖ്യയിൽ ഒരു വലിയ ഭാഗമായിട്ട് നമ്മൾ വരണമെന്നും യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കണമെന്നും ഉള്ള ചിന്തയുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ പാർലമെൻറ്റിലൊക്കെ ഇതുണ്ടായത്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞല്ലേ, ഈ ഞങ്ങളുടെ നാട് തിരിച്ചു വേണം എന്ന് തദ്ദേശീയരായ ആളുകൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടുത്തെ പഴയ തദ്ദേശീയർക്ക്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുക. പഴയ തദ്ദേശീയർ എന്ന് പറയണ്ടല്ലോ, തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ മതി. അവരവിടെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഇവർ ശരിക്കും കുടിയേറി വന്നവരല്ലേ? കുടിയേറി വന്നവരാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ഗംഭീരമായിട്ട് കുടിയേറ്റം നടക്കുന്നുണ്ട്. പിന്നെ അവർ വേറെ സ്ഥലത്ത് നിന്നൊക്കെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു വലിയ സമൂഹം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗാസയിൽ ഒക്ടോബർ 7 മറ്റേ ഹമാസ് ആക്രമണം നടത്തിയ ശേഷം 200 പേരോളം ആ തുരങ്കം വഴിയൊക്കെ കടന്നിട്ട് ഇസ്രേലുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഉള്ള തിരിച്ചടിക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഡിയർ ബോൺ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്ഥലത്ത് മേഖലയിൽ എല്ലാ ദിവസവും പ്രക്ഷോഭം നടക്കുന്നുണ്ടല്ലോ.
ഇപ്പോൾ ഈ ചെറിയ കുട്ടികളെ ഇടയ്ക്ക് ഇങ്ങനെ ഈ മതകാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ ഈ കുട്ടികളൊന്നും വലുതായിരുന്നു നോക്കാതെ അവർക്ക് നേരെ ആക്രമണം നടത്തില്ല. ഇപ്പോൾ സാറ് പറഞ്ഞാൽ കത്തി ഉപയോഗിച്ചൊരു കൊല്ലുക എന്നൊക്കെ പറയാം, അയാളുടെ മനോനില എന്തായിരിക്കും? അതിപ്പോൾ മാത്രമല്ലല്ലോ, ജർമ്മനിയിൽ 15 വയസ്സുള്ള ഒരു പയ്യൻ ഒരു മെത്രാന് കത്തിയെടുത്ത് കുത്തിക്കൊന്നില്ലേ കഴിഞ്ഞ കൊല്ലം. ഈ ഒരു സംഭവമല്ല, ഈ ചെറിയ പയ്യന്മാർ ഈ വലിയ അക്രമങ്ങൾക്ക് മുതിരുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും അല്ല വരുന്നത്. അവരും ഈ കുട്ടിക്കാലത്ത് കളിച്ച് നടക്കേണ്ട സമയത്തൊക്കെ ഈ ഇങ്ങനെ മതതീവ്രതയിൽ മുഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് പൊതുവെ. അങ്ങനെ പല പുസ്തകങ്ങളും ഈ മുൻ എന്താണ് പറയുക, ഇസ്ലാം വിട്ട ആളുകളുണ്ടല്ലോ, എക്സ് മുസ്ലിംസ്, അവരെഴുതുന്ന പുസ്തകങ്ങളിലൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ കാണാം. ഈ ഹിജാബ് അടിച്ചേൽപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, മതപരമായിട്ട് മാത്രമായിട്ട് വളർത്തുക, മനുഷ്യനായിട്ടല്ല, ഒരു മതജീവിയായിട്ട് വളർത്തുക, മനുഷ്യജീവിയായിട്ടല്ല. അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ അത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഇസ്ലാമിക സ്കൂളുകൾ ഉണ്ടാക്കുക, അവിടെ മാത്രം പഠിപ്പിക്കുക, പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുക, ആൺകുട്ടികൾക്ക് വേറെ സ്കൂൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഉള്ളൊരു വല്ലാത്ത അന്തരീക്ഷം, മതതീവ്രതയുടെ ഒരു വർഗീയതയുടെയൊക്കെ അന്തരീക്ഷം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന് നമ്മൾ പറയും, ഇങ്ങനെയാണ് അവർ ബാമിയാൻ ബുദ്ധ പ്രതിമകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ അന്തരീക്ഷം വളരെ തീവ്രമാണ്. പല വീടുകളും വർഗീയ വീടുകൾ തന്നെയാണ്.